ദൈവവചനത്തിന്റെ ബാക്കിയായി സിസ്റ്ററിന്റെ പേരെന്താ? ഫസ്റ്റ് ടൈം ആണോ വരുന്നത്? ഓക്കെ, ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അതേപോലെ ജിബി സിസ്റ്റർ വീഡിയോ നോട്ട് ചെയ്യാമോ? ജിബി, അദ്ദേഹം ഫസ്റ്റ് ടൈം ആണ് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത്. ജിബി സിസ്റ്റർ, ജിബി, വേറെ ആരും ഇല്ലല്ലോ. സിസ്റ്റർ ജിബി സിസ്റ്റർ കേൾക്കാമോ? സൂമിൽ ജിബി സിസ്റ്റർ കേൾക്കാമോ? ഓക്കെ, ചെയ്യുന്ന പ്രിയ മകളെ ഓക്കെ 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 വേഗത്തിൽ നമുക്ക് വേഗത്തിൽ ദൈവവചനത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മുതൽ ചിന്തിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് അഹരോനും യേശു ക്രിസ്തുവും എന്ന വിഷയം. അത് നിഴലും പൊരുളുമായി തരംതിരിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 2 കാര്യങ്ങൾ പഠിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്ന് ഞാൻ ദൈവസന്നിധി പരിപൂർണമായി വിശ്വസിക്കുന്നു. ചില പ്രിയപ്പെട്ടവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, പാസ്റ്ററെ, എടുത്ത ദൈവവചന ഭാഗം നിങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായി ചില കാര്യങ്ങൾ പഠിക്കുവാനിടയായി. ഹല്ലേലൂയ. ഞാൻ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങളോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, വലിയ കൃപയൊന്നും പ്രാപിച്ചില്ലേലും ദൈവവചനം അറിഞ്ഞു. ദൈവവചനം അറിഞ്ഞു. നീതിമാന്റെ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ അവൻ എന്ത്? അല്ലെങ്കിൽ ഒരു വീട് പണിയുമ്പോൾ, ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിസ്ഥാനമാണ്. ആദ്യം ഉറപ്പിക്കുന്ന അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിലേ അതിന്റെ മുകളിലോട്ടുള്ള പണി നിലനിൽക്കത്തുള്ളൂ. സ്വന്തം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ക്രിസ്തീയ ജീവിതം ഏറ്റെടുത്തവരെ സംബന്ധിച്ച്, നിത്യതയെ ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച്, നിത്യതയിൽ എത്തണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ വചനമാണ്. അത് മറിഞ്ഞു പോയാൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. അതുകൊണ്ട് നിങ്ങൾ വചനത്തിൽ ഉറയ്ക്കണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അഹരോനും യേശു ക്രിസ്തുവും തമ്മിലുള്ള നിഴലും പൊരുളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ കർത്താവിന്റെ മാറ്റമില്ലാത്ത തിരുവചനം കഴിഞ്ഞ ബുധൻ കേട്ടോണ്ടിരുന്നത്. 2 കാര്യങ്ങളാണ് കഴിഞ്ഞ ബുധനാഴ്ച പരിശുദ്ധ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. ഒന്ന്, മോശയുടെ ഹൃദയത്തിലെ പദ്ധതികൾ അത് അഹരോനിലൂടെ ജനത്തെ അറിയിച്ചു. സ്വതന്ത്രം. കഴിഞ്ഞ ബുധനാഴ്ച വരാത്ത ഒറ്റ ഒരാളെ ഉള്ളൂ. സദസ്സുണ്ട്, ഒറ്റ ഒരാളെ ഉള്ളൂ കഴിഞ്ഞ ബുധനാഴ്ച. ബാക്കി എല്ലാവരും കഴിഞ്ഞ ബുധമാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ ഇരിക്കും. ഹല്ലേലൂയ. അപ്പോൾ മോശയുടെ വായായി അഹരോൻ ഇരുന്നത് പോലെ
പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിലെ പദ്ധതികളെ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പുത്രനായ രണ്ട്, അഹരോൻ ദൈവജനത്തെ കരങ്ങൾ പൊക്കി അനുഗ്രഹിക്കും. അല്ലെ, കരങ്ങൾ ഉയർത്തി അഹരോൻ അനുഗ്രഹിക്കും. അതേപോലെ നമ്മുടെ അനുഗ്രഹത്തിന്റെ ദാതാവ് നമ്മുടെ കർത്താവായ ക്രിസ്തു. ഈ രണ്ട് വിഷയങ്ങളാണ് കഴിഞ്ഞ ബുധൻ പഠിക്കാനും പ്രാപിക്കാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് വിഷയം കൂടെ നമുക്ക് ചിന്തിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. അഹരോനെ സംബന്ധിച്ച് ഞാൻ ഈ ചില വാക്യങ്ങളൊക്കെ ഞാൻ വിടുക, വായിപ്പിക്കുന്നില്ല, നേരമില്ലാത്തതുകൊണ്ട് വായിപ്പിക്കുന്നില്ല. സോദരൻ ചില വായിച്ച് പോയാൽ ചിലപ്പോൾ തീരത്തില്ല. അതുകൊണ്ട് അത്യാവശ്യം വായിക്കേണ്ട വാക്യങ്ങൾ മാത്രമേ വായിപ്പിക്കുന്നുള്ളൂ. മൂന്നാമത്തത്, അഹരോനായിരുന്നു ജനത്തെ പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ കാര്യമാണ് ജനത്തെ പഠിപ്പിക്കുന്നതാരാ? അഹരോൻ. മോശ നേതൃത്വ നിലയിലൊക്കെ ഉണ്ടെങ്കിലും ജനത്തെ പഠിപ്പിച്ചത്, സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ യാഗം കഴിക്കേണ്ട വിധം, യാഗാർപ്പിതങ്ങളെ കുറിച്ച്, അതേപോലെ നിങ്ങൾ യാഗം കഴിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ എങ്ങനെ ആയിരിക്കണം, നിങ്ങൾ പ്രാകാരത്തിൽ എങ്ങനെ ആയിരിക്കണം, ഇതിനെ കുറിച്ചെല്ലാമായി പഠിപ്പിക്കണം. ജനത്തിനറിയാത്ത ദൈവീകമാകുന്ന മർമ്മങ്ങളെ ജനത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അഹരോനാണെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കി. ഹല്ലേലൂയ. ഞാന് ഈ വചനം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് പ്രകാശിച്ചൊരു ഭാഗമുണ്ട്. ഈ മത്സരികളെ പഠിപ്പിച്ചത് അഹരോന്റെ പേരെഴുതിയ വടി. നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? സ്വതന്ത്രം. സംഖ്യാപുസ്തകത്തിലെ വായിക്കൊന്നും വേണ്ട, സമയമില്ല. ലേവി ഗോത്രത്തിൽ അഹരോന്റെ പേരെഴുതിയൊരു മടി. ലേവി ഗോത്രത്തിൽ അഹരോന്റെ പേരെഴുതിയൊരു വടി. സ്വതന്ത്രം. കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളർക്കും. എത്ര പേരുണ്ട്? ഒറ്റ രാത്രി കൊണ്ട് ലേവി ഗോത്രത്തിൽ അഹരോന്റെ നാമം എഴുതിയ വടി തളർത്തു, പൂത്തു, ഫലം കായ്ച്ചു. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട്. അങ്ങനെ ബാക്കി വടികളുടെ സമാഗമന കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് പുറത്തു പോയപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ലേവി ഗോത്രത്തിൽ അഹരോന്റെ പേരെഴുതിയ പടി അകത്ത് വെക്കുക. എന്തിനാ? ഇത് മത്സരികൾക്ക് ഒരടയാളമാണ്. സ്വതന്ത്രം. അന്ന് മുതലേ അഹരോന്റെ പേരിൽ പഠിപ്പിക്കണം. സ്വതന്ത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായില്ല? മത്സരികൾക്ക്
ഇതൊരടയാളമായി മാറും. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ. ഈ മത്സരിച്ചവരുടെ നടുവിൽ തന്നെ അവരെ പഠിപ്പിക്കുന്നവനാക്കി മാറ്റിയതാണ് എന്റെ ദൈവം. മനസ്സിലായോ? മത്സരിച്ചവരുടെ നടുവിൽ തന്നെ അവരെ പഠിപ്പിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ഇടപെടലുള്ള മനുഷ്യൻ. സ്വതന്ത്രം. ഇന്നത്തെ കാലത്തും ഈ മത്സരം ഭയങ്കര കൂടുതൽ അല്ലേ? ഭയങ്കര മത്സരം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മത്സരം ആത്മീയ രംഗത്താണ്. ഏറ്റവും കൂടുതൽ മത്സരം. സ്തോത്രം. ആത്മീയ രംഗത്തും ഭയങ്കര മത്സരം. പാസ്റ്റർമാരിടയ്ക്ക് മത്സരമാണ്, ദൈവജനത്തിന്റെ ഇടയ്ക്ക് മത്സരമാണ്, സഭകൾ തമ്മിൽ മത്സരമാണ് ഈ ആളെ കൂടെ. സ്തോത്രം. എല്ലായിടത്തും എന്താ? ഭയങ്കര മത്സരമാണ്. സ്തോത്രം. നിങ്ങളാരും മത്സരിക്കാത്തവരായതുകൊണ്ട് സ്വസ്തിച്ചു. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം നിങ്ങൾക്ക് വലിയ മത്സര ബുദ്ധിയൊന്നുമില്ല. ഈ മത്സരിച്ചാൽ ആഭിചാരം ചെയ്യുന്നതിനാണ്. ആഭിചാരം ചെയ്യാൻ വേറെ പോകേണ്ട ആവശ്യമില്ല. അല്ലെ ആളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? മത്സരിച്ചാൽ മതി. മത്സര ബുദ്ധി എന്താ? ആഭിചാര ദോഷമാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നല്ല നോക്കാൻ, ഈ ആഴ്ച ഇങ്ങനെ മുടിക്കൊണ്ട് വന്നിരിക്കല്ലേ? ആ തരാം. മത്സര ബുദ്ധി ആഭിചാര ദോഷത്തിന് സമം. ഞാൻ പറഞ്ഞതല്ല, തിരുവെഴുത്ത് പറഞ്ഞു. വായിച്ചിട്ടുണ്ടോ? ഭാഗമൊക്കെ വായിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. മത്സരികൾക്ക് അടയാളമായി മത്സരികളെ പഠിപ്പിക്കേണ്ടതിന് അഹരോന്റെ വഴി സമാഗമന കൂടാരത്തിന്റെ അകത്തു വെക്കാൻ സർവശക്തനാകുന്ന എന്റെ ദൈവം കൽപ്പിച്ചു. മനസ്സിലാകുന്നുണ്ടോ? മത്സരികളെ ചിലത് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആത്മനിയോഗം ലഭിക്കപ്പെട്ടവൻ അഹരോൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജനത്തെ പഠിപ്പിക്കാൻ ദൈവ നിയോഗം ലഭിക്കപ്പെട്ട പുരോഹിതനായിരുന്നു അഹരോൻ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ പറയാം, മത്സരിക്കരുത്. ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നുണ്ട് ഒരു ദൂത് പറയുന്നത്. മത്സരിക്കരുത്, മത്സരിക്കരുത്. മത്സരിക്കുമ്പോൾ ആഭിചാര ദോഷം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ തെരഞ്ഞെടുത്ത ദൈവവൈതനാണെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ള ദൈവവൈതനാണ് നീ എങ്കിൽ, എന്നെ ശ്രദ്ധിച്ചിരുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെ ദൈവ പൈതലിന്റെ കൂട്ടത്തിൽ ഉള്ള വ്യക്തിയാണ് നീ എങ്കിൽ, ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, നിന്റെ മത്സരം നിർത്തും. കുടുംബത്തിന്റെ അകത്ത്, സഭയ്ക്കകത്ത് മത്സരിക്കുന്നത് അവസാനിക്കും. സ്വതന്ത്രം. മത്സരം ആഭിചാര ദോഷം ചെയ്യും. ആമേൻ. ഈ ആഭിചാരം ചെയ്യാന്ന് പറഞ്ഞ നല്ല കാര്യമില്ല. ആണോ? ആണോ? നിങ്ങൾ ചെയ്യാൻ പോയിട്ടുണ്ടോന്നൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത്. ആണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട്. സ്വതന്ത്രം. അത് നല്ല കാര്യമാണോ? അല്ല. അത് ചെയ്യുന്നത് മൊത്തം മനുഷ്യനെ തകർക്കാനുള്ള ഉദ്ദേശത്തോടാണ്, അല്ലേ? എല്ലാം തകരാനും, എല്ലാം ഇല്ലാതാകാനും,
എല്ലാം നശിക്കാനും അല്ലേ, എല്ലാം തകരാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, മനസ്സിലാക്കണം. എന്ന് വെച്ചാൽ മത്സരിക്കുമ്പോൾ ആഭിചാരം ചെയ്ത് തകരുന്നത് പോലെ മത്സരിക്കുമ്പോൾ അതേ തകർച്ച നമുക്കുണ്ടാകും. അതാ കാര്യം. അതുകൊണ്ട് മാനസാന്തരപ്പെടുക. ഹല്ലേലൂയ. അപ്പോൾ അഹരോനെ സംബന്ധിച്ച് അഹരോൻ ജനത്തെ പഠിപ്പിച്ചു, യാഗാർപ്പിതങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. പ്രധാനപ്പെട്ട 5 യാഗങ്ങൾ തിരുവെഴുത്ത് പഴയ നിയമത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പാപയാഗമുണ്ട്, ഹോമയാഗമുണ്ട്, സമാധാന യാഗമുണ്ട്, അകർച്ചയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട 5 യാഗങ്ങളെ കുറിച്ച് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ യാഗങ്ങളെയൊക്കെ ജനത്തെ പരിചയപ്പെടുത്തുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട വിധങ്ങളെ വ്യക്തമാക്കി കൊടുക്കുകയും സമാഗമന കൂടാരത്തിന്റെ പ്രാകാരങ്ങളിൽ എങ്ങനായിരിക്കണമെന്നുള്ളത്, ഇതിനെക്കുറിച്ച് ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനായിരിക്കണമെന്നുള്ളത്, അങ്ങനെ സകല കാര്യങ്ങളും ജനത്തെ പഠിപ്പിക്കാൻ ആത്മനിയോഗം ലഭിക്കപ്പെട്ട പുരോഹിതനായിരുന്നു അഹരോൻ. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അഹരോൻ നിഴലായി നിൽക്കുമ്പോൾ ക്രിസ്തു നമുക്ക് പൊരുളായി നിൽക്കുകയാണ്. ആമേൻ. ആമേൻ. നമ്മളെ പഠിപ്പിക്കാൻ ഒരു പുരോഹിതനെ കാട്ടിലും, നമ്മളെ പഠിപ്പിക്കാൻ ഒരു പുരോഹിതനെ കാട്ടിലും പ്രൈസ് ദി ലോർഡ് ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട്. സ്വതന്ത്രം. ഒരു വാക്യം വായിച്ചേ നടുവിന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആ നിഴലൊന്ന് പൊരുളായി തിരിക്കാൻ വേണ്ടിയാണ്. ഒന്ന് വായിച്ചേ. മത്തായി 11:29. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോടുകൂടെ പഠിപ്പി. എന്നാ നിങ്ങളുടെ എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവാകുന്നു. അവിടെ കർത്താവായ 28-ാം വാക്യം മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ഹല്ലേലൂയ ശിഷ്യത്വത്തിനോടുള്ള ആഹ്വാനത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ സ്തോത്രം. മനസ്സിലായോ? 28 മുതൽ താഴോട്ട് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യത്വത്തിനോടുള്ള ആഹ്വാനം, നിങ്ങൾ എന്റെ ശിഷ്യരായി കൊള്ളുവീ എന്നുള്ള ആഹ്വാനത്തെയാണ് ആ വാക്യത്തിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നത്. മനസ്സിലായോ? ആ വാക്യത്തിലൂടെ പഠിക്കുവാൻ സാധിക്കുന്നത് ശിഷ്യത്വത്തിനോടുള്ള ആഹ്വാനം, ശിഷ്യനാകാനുള്ള ഒരു വെൽക്കം, എന്റെ ശിഷ്യരായി കൊള്ളുവീ എന്നുള്ളൊരു സ്വാഗതമാണ് ആ വാക്യങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, നിങ്ങൾ എന്നോടുകൂടെ പഠിപ്പീൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ എന്നെ കണ്ട് പഠിക്കും. അതാണ് ആ വാക്യത്തെ അർത്ഥം. മനസ്സിലായോ? പഴയ നിയമത്തിൽ അഹരോൻ ജനത്തിനെ പഠിപ്പിക്കുന്നവനാണെങ്കിൽ പുതിയ നിയമത്തിൽ അതിന്റെ പൊരുളെന്ന് പറയുന്നത് നമ്മൾ ക്രിസ്തുവിനെ നോക്കി പഠിക്കണം. സ്വതന്ത്രം. ഇച്ചിരി പാടാ. ക്രിസ്തുവിനെ നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. പലതും വിടണമല്ലോ, പല സ്വഭാവവും മാറ്റണമല്ലോ, പല രീതികളും ചേഞ്ച് വരുത്തണമല്ലോ, എന്നാലല്ലേ അത് ശരിയാണ്. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നോടുകൂടെ പഠിപ്പീൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ കണ്ട് പഠിപ്പീൻ. അങ്ങനെ പറയാനും കൂടെ സ്തോത്രം അല്ലേ, അങ്ങനെ പറയാനും കൂടെ ഒരു ഉറപ്പ് വേണ്ടേ? മക്കളോട് എത്ര അപ്പനമ്മമാര് പറയും, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക. മക്കൾ പറയും, അമ്മ പോകുന്നു.
അമ്മയെ കണ്ടു പഠിച്ച ശരിയായത്, അല്ലെ അപ്പനെ കണ്ടു പഠിച്ച ശരിയായത്. അങ്ങനെ പറയാൻ ധൈര്യമുള്ള മാതാപിതാക്കളെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞുങ്ങള് മാറിയിരുന്ന് ഫോണിൽ കുത്തുമ്പം എന്താണെന്ന് ചോദിക്കണം, അല്ലേ? ഒറ്റയ്ക്ക് മാറിയിരുന്ന് ഫോണെ നോക്കുമ്പോ എന്താണെന്ന് ചോദിക്കണം. എന്താ നോക്കുന്നേ? ആർക്കാ മെസ്സേജ് ചോദിക്കണം. അതങ്ങനെ അമ്മ മാറിയിരുന്ന് മെസ്സേജ് പിന്നെ അങ്ങനെ കൊച്ചിനടുത്ത് പോയി ചോദിക്കും. സ്വന്തം അല്ലേ? നിങ്ങളുടെ സ്വോത്രമൊക്കെ പോയാലോ ഈ ദൂത് നിങ്ങൾക്കാണോ? യേശു പറയാ, എന്നെ കണ്ട് പഠിക്കുക. സ്തോത്രം. അതാ പോയിട്ട് അല്ല, അഹരോൻ ജനത്തെ പഠിപ്പിക്കുമ്പോൾ എന്റെ കർത്താവ് ഒരു പാഠപുസ്തകമായി മാറുക. മനസ്സിലാകുന്നുണ്ടോ? അഹരോൻ ജനത്തെ പഠിപ്പിക്കുമ്പോൾ എന്റെ കർത്താവ് ഒരു പാഠപുസ്തകമായി മാറുക. കർത്താവ് പറയാം, നിങ്ങൾ എന്നെ കണ്ട് പഠിക്കുക. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ എന്നെ കണ്ട് പഠിപ്പി. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കർത്താവിനെ കണ്ട് ആര് പഠിക്കുന്നോ അവന്റെ ക്യാരക്ടർ നന്നാവും. കാരണം എന്റെ കർത്താവിന്റെ സ്വഭാവ ശുദ്ധി എനിക്കറിയാം. സ്വതന്ത്രം. കർത്താവിനെ കണ്ട് പഠിക്കുന്നവനാരും സ്വതന്ത്രം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പാഠപുസ്തകത്തിൽ നിന്ന് നീ കണ്ണെടുക്കരുത്. ആ പാഠപുസ്തകത്തിൽ നിന്ന് മറ്റൊരു പാഠപുസ്തകത്തിലേക്ക് നീ പോകരുത്. പരിശുദ്ധയാത്മാവ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുന്ന ഒരു മർമ്മമിത. അഹരോൻ ഹല്ലേലൂയ ജനത്തെ പഠിപ്പിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ അവനെ നോക്കി പഠിപ്പി എന്ന് പറയുന്നു. സ്വതന്ത്രം. എന്നെ നോക്കിയിരുന്ന സിസ്റ്ററെ, സ്വതന്ത്രം. വായിച്ചേ യോഹന്നാന്റെ സുവിശേഷം. എന്താ പഠിക്കണ്ട? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 6 വാക്യം. എല്ലാം വെളിപ്പെടുത്താൻ നേരമില്ല. 1-2 കാര്യം പറ. യോഹന്നാന്റെ അല്ല, ഒരാൾ വായിക്കും. വായിച്ചു. ഞാൻ തന്നെ വഴിയും സത്യവും വഴിയും ജീവനും ഞാൻ അങ്ങ് വിടുക. നടുക്കത്ത് ഇടുക. ഞാൻ തന്നെ സത്യമാകും. കർത്താവിനെ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യം, കർത്താവ് സത്യമായിരുന്നു. കർത്താവ് സത്യമായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. കർത്താവ് സത്യമാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞ നിത്യത സത്യമാണ്. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എല്ലാത്തിലും സകലത്തിലും സത്യമായി. അത് വിശ്വസിക്കുന്നവര് മാത്രം ഒരാമേൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പോയാലും കാര്യസ്ഥനെ അയക്കും. അടുത്തൊരു വാക്കുണ്ട്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഒരാമേൻ പറയാൻ. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന സത്യാത്മാവാണ്. സ്വതന്ത്രം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ പേരുകളെ കുറിച്ച് ഇന്നാളൊരിക്കൽ പ്രസംഗിച്ചതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല സത്യത്തിലും വഴി നടത്തുന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കും. ഇന്ന് നമ്മളോട് കൂടെ ആ കാര്യസ്ഥനുള്ളതിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കണമേ. യേശു ക്രിസ്തു പറഞ്ഞു, സകല സത്യത്തിലും അവൻ നിങ്ങളെ വഴി നടത്തുമെന്ന് പറയണമെങ്കിൽ സത്യത്തിന്റെ ആത്മാവിനെയാണ് അയച്ചത്. സത്യത്തിന്റെ ആത്മാവിനെ അയക്കണമെങ്കിൽ എന്റെ കർത്താവായ ക്രിസ്തു സത്യമുള്ളവനായി.
സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? കർത്താവ് ചെയ്തതിന്റെ ബാക്കി ചെയ്യാനാ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് വിട്ടത്. കർത്താവ് ചെയ്ത് നിർത്തിയതിന്റെ ബാക്കി ചെയ്യാനാ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് വിട്ടത്. ഇന്ന് മകൾ ശ്രദ്ധിക്കണമേ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണെങ്കിൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താൻ ഞാൻ എന്റെ കാര്യസ്ഥനെ ഇങ്ങോട്ട് അയക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം താൻ ചെയ്തു വെച്ചു പോയ ആ സമയം വരെ താൻ സകലതും സത്യത്തിലാ ചെയ്തത്. ഓ, എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? യേശുവിനെ കണ്ടു പഠിക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ ഒരു സത്യത ഉണ്ടായിരിക്കണം, നിന്റെ ജീവിതത്തിൽ ഒരു നേരുണ്ടായിരിക്കണം, നിന്റെ ജീവിതത്തിൽ സത്യസന്ധമാകുന്ന അനുഭവം ഉണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം സകല സത്യത്തിലുമായി. എവിടെയെങ്കിലും കർത്താവ് അസത്യനായി നിന്ന് പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? എവിടെയെങ്കിലും? സ്തോത്രം. പീലാത്തോസ് പോലും പറയുന്നുണ്ട്, ഞാൻ ഇവരിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഞാൻ പറയുന്നു, സത്യമായിട്ട് നിന്നുകൊണ്ടാണ്, നേരോടെ നിന്നുകൊണ്ടാണ്. സ്തോത്രം. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ സത്യസന്ധതയോടെ എത്ര പേർക്ക് പറയാൻ പറ്റും? കർത്താവിനെ കണ്ട് പഠിപ്പി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിച്ച ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ സത്യം ഉണ്ടായിരിക്കും. സത്യം. അസത്യമാകുന്ന കാര്യങ്ങളിൽ നീ ഏർപ്പെടാൻ പോകരുത്. അസത്യമാകുന്ന കാര്യങ്ങളിൽ നിൽക്കാൻ നീ പോകരുത്. കോഴഞ്ചേരിക്കാ പോകുന്നത്. ആരെങ്കിലും ചോദിക്കുമ്പോൾ പറയും മല്ലപ്പള്ളിക്ക്. സത്യമാണോ പറഞ്ഞത്? സത്യമാണോ പറഞ്ഞത്? സ്വത്രം. ഓതയം കൊണ്ടാ കോഴഞ്ചേരിക്കാം. പക്ഷെ അതിന് ചോദിക്കുമ്പോ എന്താ പറഞ്ഞത്? മല്ലപ്പള്ളി വരെ ഒന്ന് പോയിട്ട് വരാൻ. സത്യമാണോ? പിന്നെ ചിലരോട് സത്യം പറയാനും അതിൽ നിങ്ങൾ അടുത്ത കാരണം പറയാൻ ആശ്രയ സത്യം പറയണമെന്നുണ്ട്. പക്ഷെ ചിലതിനോടൊന്നും പറയാനും പറ്റും. സ്വത്രം. ചിലതിനോടൊന്നും പറയാനും ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകല സത്യത്തിലും തന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്തപ്പോൾ, ജീവിച്ചപ്പോൾ, അടുത്ത കാര്യസ്ഥനെ അയച്ചപ്പോഴും കർത്താവ് അത് മാറ്റം വരുത്തിയില്ല. സത്യത്തിന്റെ ആത്മാവിനെ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും. ചേർന്ന് ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? അപ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം, എന്നെ ആത്മാവ് നിയോഗിച്ച ദൂത് മാത്രമാണ് ഞാൻ പറയുന്നത്. ഒന്ന്, സത്യത്തിൽ ജീവിക്കണം, സത്യത്തിൽ നടക്കണം, സത്യമായി സംസാരിക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. കുറ്റം ചെയ്ത ഒരുവൻ, ഹല്ലേലൂയ, കുറ്റം ചെയ്യാത്തവരെ ശിക്ഷിക്കുന്ന ഒരു കാലം, കുറ്റം ചെയ്യാൻ ഒട്ടും മനസ്സില്ലാത്തൊരു കാലം, സത്യത്തിന് വേണ്ടി നിൽക്കാതെ അകൃത്യങ്ങളും അസത്യങ്ങളും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത കാലം. ഇന്ന് പകൽ യേശുവിനെ കണ്ട് പഠിക്കാൻ ആത്മനിയോഗത്തോടെ ദൂത് പറയാ. നീ സത്യം, ക്രിസ്തുവിലെ സത്യം നിന്റെ ജീവിതത്തിലും നീ കണ്ടുപഠിക്കണം. സ്തോത്രം. നിന്റെ റോൾ മോഡലായിരിക്കുന്ന, നിന്റെ പിതാവായിരിക്കുന്ന, നിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന
നിന്റെ അപ്പനായിരിക്കുന്ന അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ നിനക്ക് പുത്രത്വത്തിന്റെ അവകാശം നൽകി തന്ന നിന്റെ അപ്പൻ എങ്ങനായിരുന്നോ സത്യത്തിൽ അതുപോലെ ജീവിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ഇന്ന് പകൽ ആലോചന കൈമാറുകയും സ്തോത്രം അനീതിയായി സത്യസന്ധമല്ലാതെ അല്ലെ അസത്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പിന്മാറാൻ ആത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ജയിക്കാൻ ഇലക്ഷൻ എന്തൊക്കെ ഇലക്ഷന് ജയിക്കാൻ എന്തെല്ലാം അസത്യങ്ങളാണ് ചെയ്യുന്നത്, എന്തെല്ലാം കള്ളത്തരങ്ങളാണ്. സ്തോത്രം. അത് പുറത്തു വരുമ്പോൾ ഭയങ്കര ബഹളമായി. അല്ലേ? നേരോടെ നിന്ന് ചെയ്യേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാകുമോ? പ്രശ്നം ഉണ്ടാകുമോ? സ്തോത്രം. ഹല്ലേലൂയ. പല പല കാര്യങ്ങൾ കൊണ്ടിട്ട് അതിനകത്ത് കള്ളത്തരങ്ങൾ കൊണ്ടിട്ട് അസത്യങ്ങൾ കൊണ്ടിട്ട് അതിന്റെ കുറുക്കു വഴികളും കുറുക്കു വിദ്യകളൊക്കെ കൊണ്ടിട്ട് ചെയ്ത് പ്രവർത്തിച്ച് അതിന്റെ പെന്തക്കോസ്തിന്റെ അനുഭവത്തെ ഇല്ലാതാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് പകൽ ഈ തിരുവചനം ശ്രവിക്കുന്ന മാന്യ ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ നിറവി തൂത് പറയാം, യേശുവിനെ കണ്ട് പഠിക്കുക, സത്യത്തിൽ ജീവിക്കുക, സത്യത്തിൽ ജീവിക്കുക. സ്തോത്രം. 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 വടക്കേന്ത്യയിൽ ഹല്ലേലൂയ സ്തോത്രം. എത്രയോ ദൈവദാസന്മാരെയാണ് തല്ലി ചതയ്ക്കുന്നത്, എത്രയോ ദൈവമക്കളെയാണ് തല്ലി തകർക്കുന്നത്, എത്രയോ ആലയങ്ങളാണ് തല്ലി തകർക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാ ഉണ്ടാകുന്നത്. നമ്മളിവിടെ തിന്നും കുടിച്ചും ഇരിക്കുക സൂചിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, എന്തെല്ലാം വിഷയങ്ങളാണ്. പക്ഷെങ്കിൽ ഈ അടിയെല്ലാം കൊള്ളുന്ന എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ. ഈ ചീത്തവിളിയെല്ലാം കേൾക്കുന്ന എന്തിനാന്നറിയാമോ? ഹല്ലേലൂയ. അവരുടെ പല നന്മകളും തീക്കിരയാകുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടാണ്. സ്തോത്രം. അവർ സത്യത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ്, അവർ നീതിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്കെതിരെ വെല്ലുവിളികൾ ഉയരുന്നത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയാം, നിന്റെ കള്ളത്തരം നിർത്തും. ഞാൻ തലേ കൈവച്ച് ദൂത് പറയുന്നില്ല, അല്ലെ ദൂത് ഏറ്റെടുത്ത് മര്യാദയ്ക്ക് മാനസാന്തരപ്പെട്ടു. കള്ളത്തരങ്ങൾ ഉണ്ടാകരുത്, കള്ളത്തരങ്ങൾ ഉണ്ടാകരുത്. ജീവിതത്തിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ യേശുവിനെ കണ്ട് പഠിക്കുക. ജീവിതത്തിൽ മാറ്റേണ്ടത് മാറ്റം. ഒരു വാക്യം കൊണ്ട് വായിച്ചു, 1 കൊരിന്ത്യർ 1:30. സ്തോത്രം. 1 കൊരിന്ത്യർ 1:30. നിങ്ങളും അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്നും ജ്ഞാനവും നീതിയും. അപ്പൊ ദൈവത്തിൽ നിന്ന് കർത്താവായ ക്രിസ്തു നമുക്ക് തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ജ്ഞാനം. സ്തോത്രം. ദൈവിക ജ്ഞാനം ഉണ്ടാകുക, ജ്ഞാനത്തോടെ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ അറിവോടെ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ജ്ഞാനത്തോടെ പ്രവർത്തിക്കുക. ക്രിസ്തു എങ്ങനെയായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ഒരു നാണയം വെച്ചിട്ട് കർത്താവിനെതിരെ ചില ക്വസ്റ്റ്യൻസുമായിട്ട് വന്നു. കർത്താവ് പറഞ്ഞു, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത്. വളരെ ജ്ഞാനത്തോടെ മറുപടി കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ചുരുട് തുറന്ന് തിരുവെഴുത്ത് വായിച്ച് ഈ വചനങ്ങൾക്ക് നിവർത്തിയായെന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താ ചെയ്തേ? അവിടെ സഭയാകെ പ്രശ്നമായി. സഭ പ്രശ്നമായ ഉടനെ കർത്താവ് സ്തോത്രം ഹല്ലേലൂയ അമ്മ ഇന്ന് കണ്ടിട്ടേ ഉള്ള ബാക്കി എന്ന് പറഞ്ഞു നിന്നോ? സ്തോത്രം. നിന്നോ? ആ ജ്ഞാനത്തോടെ ചെയ്തു. കർത്താവ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. കണ്ട സ്തോത്രം ഹല്ലേലൂയ. ജ്ഞാനത്തോടെ ഒരു വ്യഭിചാരത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഇങ്ങനെ, അവളുടെ മുഖത്തോട്ട് പോലും കർത്താവ് നോക്കിയില്ല.
അവൾ തല കുനിച്ചിങ്ങനെ നിൽക്കുക. അവിടെ മുഖത്തോട്ട് പോലും ക്രിസ്തു നോക്കിയില്ല. കാരണം അവൾ ഹല്ലേലൂയ തെറ്റ് ചെയ്തെങ്കിലും ഹല്ലേലൂയ സ്തോത്രം അവൾക്ക് കൊടുക്കേണ്ട വില കർത്താവ് കൊടുത്തു. ഹല്ലേലൂയ തെറ്റ് ചെയ്ത് പിടിക്കപ്പെട്ട് നിൽക്കും നമ്മളുടെ മുഖത്തേക്ക് നോക്കി ആ തെറ്റിനെ കളിയാക്കുമ്പോൾ, ആ തെറ്റിനെ വിലയിരുത്തുമ്പോൾ അവളുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അവളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിന് തുല്യമാണ്. പക്ഷെ ജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്ന എന്റെ നല്ലവനാകുന്ന കർത്താവ് ഹല്ലേലൂയ സാഹചര്യങ്ങളായിരിക്കാം ചിലപ്പോൾ അവളെ ആ നിലയിലേക്ക് കൊണ്ടുപോയത്. സാഹചര്യങ്ങളുടെ അനുഭവങ്ങളായിരിക്കാം ചിലപ്പോൾ അവളെ ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ശ്രദ്ധിക്കണം ദൈവമക്കളെ, യേശു ക്രിസ്തു അവിടെയും ആ സഹോദരിക്ക് ഒരു സ്ത്രീ എന്ന മാന്യത എന്റെ കർത്താവ് കൊടുക്കാൻ മറന്നില്ല. അവളോട് പറഞ്ഞു, നീ ഇനിയും പാപം ചെയ്യരുത്, നീ ഇനിയും പാപം ചെയ്യരുതെന്ന് കർത്താവ് അവളെ വിലക്കിയെങ്കിൽ പോലും ഒരു സ്ത്രീ എന്ന പരിഗണന ദൈവം കൊടുത്തു. ഇതാ ജ്ഞാനം. നിൽക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതാണ് ജ്ഞാനം. ഹല്ലേലൂയ സ്തോത്രം. ജനം പലതും ഉപദേശിക്കും, ജനം പലതും പറയും. മിണ്ടാതിരിക്കേണ്ടവിടെ മിണ്ടാതിരിക്കുക, പോലെ പഠിക്കുക. പറയണമെന്ന് നീ ക്രിസ്തുവിനെ പോലെ പഠിക്കുക. ചെയ്യേണ്ട നിലയിൽ എങ്ങനെ ചെയ്യണമെന്ന് നീ ക്രിസ്തുവിനെ പോലെ പഠിക്കുക. സ്തോത്രം. എല്ലായിടത്തും കയറി ഡയലോഗ് അടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചു ഉപവാസം. അതിന് പിന്നെ എല്ലാം പറഞ്ഞു തീർക്കാം. എല്ലായിടത്തും കയറി ഡയലോഗ് അടിക്കുന്നു. മിണ്ടാതിരിക്കേണ്ടവിടെ ക്രിസ്തുവിനെ പോലെ മിണ്ടാതിരിക്കണം. പറയേണ്ടവിടെ ക്രിസ്തുവിനെ പോലെ പറയണം. പ്രവർത്തിക്കേണ്ടവിടെ ക്രിസ്തുവിനെ പോലെ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിന്റെ ജ്ഞാനം നമ്മൾ കണ്ടുപഠിക്കണം. ക്രിസ്തു കേവലം നമ്മളെ പോലെ ഒരു വെറും മനുഷ്യനായിരുന്നു, അല്ലേ? ആയിരുന്നു. സ്തോത്രം. ചിലരുടെ ചിന്തയുണ്ട്, ക്രിസ്തു ദൈവപുത്രനല്ലേ? ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെങ്കിൽ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിന് ശേഷം ക്രിസ്തു നമ്മളെങ്ങനാണോ അതേപോലെ പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെ ഭരിക്കുന്നു അതേപോലെയാണ് ക്രിസ്തുവിനെ ഭരിച്ചത്. പക്ഷെ ഹല്ലേലൂയ വേറെ വ്യത്യാസമുണ്ട്. നിരന്തരം പിതാവുമായിട്ടൊരു ബന്ധം കർത്താവിനുണ്ടായി. നിരന്തരം ഒരു ഗ്യാപ്പ് ഇല്ലാതെ. സ്വത്രം. നിരന്തരം ഒരു ബന്ധം പിതാവുമായിട്ട് ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. നമുക്കതില്ല. അതാണ് സ്വത്രം. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ചിലപ്പോൾ രാത്രിയിലോ പകലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴോ ഒക്കെയാണ് നമ്മുടെ ബന്ധം. സ്വത്രം. ഹല്ലേലൂയ. പക്ഷെ ക്രിസ്തുവിന് അങ്ങനല്ല. നിരന്തരമായി പിതാവുമായിട്ടൊരു ബന്ധം ആർക്കുണ്ടായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തന്നിലൂടെ അതിശക്തമായ നിലയിൽ വെളിപ്പെട്ടു. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ക്രിസ്തുവിന്റെ സത്യം നമ്മൾ പഠിക്കണം. രണ്ട്, ക്രിസ്തുവിന്റെ ജ്ഞാനം നമ്മൾ പഠിക്കണം. മൂന്ന്, ഞാൻ വായിപ്പിക്കുന്നില്ല. മൂന്ന്, ക്രിസ്തുവിന്റെ വിവേകം നമ്മൾ പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. മൂന്ന് കാര്യം മനസ്സിലായി. ഒന്ന്, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ സത്യം നമ്മൾ പഠിക്കണം. രണ്ട്, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ജ്ഞാനം നമ്മൾ പഠിക്കണം. മൂന്ന്, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ വിവേകം നമ്മൾ പഠിക്കണം. ഇത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കർത്താവേ, നിന്റെ സത്യം എന്നെ പഠിപ്പിക്കണേ. കർത്താവേ, നിന്റെ ജ്ഞാനം എന്നെ ഒന്ന് പഠിപ്പിക്കണേ. കർത്താവെ, നിന്റെ വിവേകം എന്നെ ഒന്ന് പഠിപ്പിക്കണം. ചിലപ്പോ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, കർത്താവെ എന്നെ സത്യത്തിൽ നടത്തണേ, കർത്താവെ ജ്ഞാനം എനിക്ക് തരണേ, കർത്താവെ എനിക്ക് വിവേകം തരണേ എന്ന് ചിലപ്പോ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. പക്ഷേ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതങ്ങനെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ലിസ്റ്റ് കയറുന്നിട്ട് നേരം വേണ്ടേ? സ്തോത്രം. ഹല്ലേലൂയ. വേറെ ലിസ്റ്റ് ഇങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുക. അത് പറഞ്ഞാൽ തീരാൻ സമയമില്ല. അപ്പോഴാണ് ജ്ഞാനവും വിവേകം സത്യവും. സ്തോത്രം.
അല്ലേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നേ, ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ഹല്ലേലൂയ. സത്യം എന്നെ പഠിപ്പിക്കണം. ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന സത്യം എന്നെ ഒന്ന് പഠിപ്പിക്കണം. ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ജ്ഞാനം എന്നെ ഒന്ന് പഠിപ്പിക്കണം. ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന വിവേകം എന്നെ ഒന്ന് പഠിപ്പിക്കണം. ഞാൻ ആത്മനിയോഗത്തോടെ പറയാം, ഇത് മൂന്നും പഠിച്ചാൽ നിന്റെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹമായി മുൻപോട്ട് പോകും. ഹല്ലേലൂയ. അതൊരു ഉപദേശമായിട്ട് ദൈവം തന്നേ കേട്ടോ. അതിനെ ഇരു കൈ നീട്ടി സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഇരു കൈ നീട്ടി അതിനെ സ്വീകരിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സത്യം എന്നെ പഠിപ്പിക്കണം, ജ്ഞാനം എന്നെ പഠിപ്പിക്കണം, വിവേകം എന്നെ പഠിപ്പിക്കണം. നാലാമത്തെ കാര്യം, വേഗത്തിൽ വരാം, ഇച്ചിരി വേഗത്തിൽ പോവാ. നാലാമത്തെ കാര്യം, സ്വസ്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. അഹരോൻ ജനത്തെ പഠിപ്പിക്കുന്നു, ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നു. ഇതാണ് നിഴലും പൊരുളും. നാലാമത്തെ കാര്യം, അഹരോൻ പാപപരിഹാരം വരുത്തിക്കൊണ്ട് ഏകനായി പരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്നു. മനസ്സിലായോ? പാപ പരിഹാരം വരുത്തിക്കൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് അഹരോൻ തനിച്ചാണ് കയറി ചെല്ലുന്നത്. ജനത്തിന് അങ്ങോട്ട് കയറി ചെല്ലാനുള്ള അനുവാദമില്ല. മറ്റാർക്കും അങ്ങോട്ട് കയറി ചെല്ലാനുള്ള അനുവാദമില്ല. അതിപരിശുദ്ധ സ്ഥലം, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്ന സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. ആ സ്ഥലത്ത് വേറെ ആർക്കും പ്രവേശനമില്ല. അത് പുരോഹിതന് മാത്രമാണ്. മഹാപുരോഹിതന് മാത്രമാണ് പ്രവേശനം അവിടെ. പ്രിയപ്പെട്ടവരെ, അഹരോൻ പാപപരിഹാര കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അതിപരിശുദ്ധമാകുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? കേറുന്നു. എന്താ ഇതിന്റെ പൊരുൾ? സ്തോത്രം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, ചരിത്രം അറിയാമല്ലോ. ഹല്ലേലൂയ. വചനം അറിയാമല്ലോ. ഹല്ലേലൂയ. പാപപരിഹാരം എല്ലാം ചെയ്തതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്രം, ഈ ജനത്തിനു വേണ്ടി ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ അകത്തുള്ള അതിപരിശുദ്ധമാകുന്ന സ്ഥലത്തു ചെന്ന് ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ പ്രാകാരത്തിൽ നിൽക്കുന്ന ജനം കാണുക, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വന്ന് അവര് കാണും. ദൈവത്തിന്റെ ദൈവത്തിന്റെ തീ ഇറങ്ങി വരുന്നവർ കാണും. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്നവർ കാണും. അത് കാണുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അവർക്കൊരു കാര്യം മനസ്സിലാകും, ഞങ്ങളുടെ പാപത്തിന് പരിഹാരമാണ്. ക്രൈസ്തവരോട് ഹല്ലേലൂയ. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൽ ഹല്ലേലൂയ ഒരു മണിയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ കയറ് കെട്ടി വെളിയിലിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ കയറിങ്ങനെ ഇട്ട് നോക്കും. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. അകത്താളുണ്ടോ, ജീവനോടുണ്ടോ എന്ന്. കാരണം ഹല്ലേലൂയ, പരിശുദ്ധമാകുന്ന അതിപരിശുദ്ധമായ സ്ഥലത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് ചെന്നില്ലെങ്കിൽ പുരോഹിതനാണെങ്കിലും ന്യായവിധി ഉണ്ടാകും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. മഹാപുരോഹിതനാണെങ്കിലും ന്യായവിധി ഉണ്ടാകും. കാരണം ആ സ്ഥലം വെറും ഒരു സ്ഥലമല്ല, അതിപരിശുദ്ധ സ്ഥലമാണ്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ദൈവത്തിന്റെ ശക്തേന ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഇന്ന് പകൽ അത് മനസ്സിലാക്കണം. അപ്പൊ മനസ്സിലായോ? അല്ലെങ്കിൽ പാപയാഗ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ആര് കയറിപ്പോകുന്നു? അഹരോൻ കയറിപ്പോകുന്നു. എന്താ പൊരുൾ എന്താണ്? അല്ലെങ്കിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പാപയാഗ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അതിപരിശുദ്ധമാകുന്ന സ്വർഗത്തിലേക്ക് എന്റെ അരുമനാഥൻ കയറിപ്പോയിക മാത്രമല്ല, അഹരോൻ ചെയ്ത ശുശ്രൂഷ പ്രാർത്ഥിച്ചതിന് ശേഷം അഹരോൻ തിരിച്ചു മടങ്ങി വരുന്നത് പോലെ എന്റെ പ്രാണനാഥൻ മടങ്ങി വരുന്ന സമയമില്ല. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറിപ്പോയി. കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരങ്ങൾ ചെയ്തിട്ട് അതിപരിശുദ്ധമാകുന്ന സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അഹരോൻ ഹല്ലേലൂയ അതിപരിശുദ്ധ സ്ഥലത്ത് പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയതിന് ശേഷം അഹരോൻ തിരിച്ചിറങ്ങി വരും. അതല്ലെങ്കിൽ എന്താ പോലെ ഇതേ പോലെ
തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് എന്റെ കർത്താവ് പരിശുദ്ധ സ്ഥലം വിട്ട് ഈ വാനമേഘങ്ങളിൽ ഇറങ്ങി വരും. വായിച്ചെഴുതി വാക്യം വായിക്കും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 12-ാം വാക്യം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9:12. സ്തോത്രം. വായിച്ചോ. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് ഒരു വീണ്ടെടുപ്പ്. ഒരാമേൻ പറ. ആമേൻ പറയാൻ പറഞ്ഞത് അതിന്റെ ലാഭം നിനക്കാ കിട്ടിയ, എനിക്കും നിനക്കും അതിന്റെ വിടുതൽ കിട്ടി. അതുകൊണ്ട് ആമേൻ പറയാൻ പറഞ്ഞു. വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് ആടിന്റെയോ പശുവിന്റെയോ മറ്റൊന്നിന്റെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തം കൊണ്ട് ഒരു വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിന്റെ പേരാണ് നിത്യമായ വീണ്ടെടുപ്പ്. അതൊരു സബ്ജക്റ്റാണ്, എപ്പോഴേലും പ്രസംഗിക്കാം. അതിന് നിത്യമായ വീണ്ടെടുപ്പ്, നിത്യമായ വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചത് എങ്ങനാ? വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം. മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ വാക്യം. ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല. അപ്പൊ ആ കൂടാരം ഏതാ? ക്രിസ്തു എന്ന കൂടാരം, മനുഷ്യൻ എന്ന കൂടാരം അല്ലെ? ആ കൂടാരത്തിൽ കൂടി ആടിന്റെയോ പശുവിന്റെയോ രക്തത്താലല്ല, മറിച്ച് ആ കൂടാരത്തിൽ വസിച്ച് സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ കൂടാരത്തിൽ നിന്നുകൊണ്ട് പാപ പരിഹാരം വരുത്തി വിശുദ്ധ മന്ദിരം. ഏത് വിശുദ്ധ മന്ദിരം? സ്വർഗീയ സന്നിധിയിലേക്ക്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ന് വെച്ചാൽ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ച് അടക്കം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ സ്വർഗീയ മന്ദിരത്തിലേക്ക് ആര് പ്രവേശിച്ചു? കർത്താവായ ക്രിസ്തു പ്രവേശിച്ചിട്ടാണ് നിത്യ വീണ്ടെടുപ്പ് സാധിച്ചത്. എന്ന് പറഞ്ഞാൽ കാൽവറിയിൽ തകർന്നതിന് ശേഷം വീണ്ടെടുപ്പ് പൂർത്തിയായില്ല. തിരശ്ശീല കീറിയതിന് ശേഷം വീണ്ടെടുപ്പ് പൂർത്തിയായില്ല. അല്ലെങ്കിൽ 3 ദിവസം കല്ലറയ്ക്കകത്ത് വീണ്ടെടുപ്പ് പൂർത്തിയായില്ല. ഉയർത്തെഴുന്നേൽപ്പിൽ വീണ്ടെടുപ്പ് പൂർത്തിയായില്ല. മറിച്ച് സ്വർഗീയ പരിശുദ്ധ സ്ഥലത്ത് എന്റെ പുത്രൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞപ്പോ, സ്വർഗീയ സന്നിധിയിൽ താൻ എത്തി കഴിഞ്ഞപ്പോൾ, വിശുദ്ധ മന്ദിരത്തിൽ താൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അത് പൂർത്തിയായി മാറി. ഫലമുയർത്തി എത്ര പേര് ഹല്ലേലൂയ പാടും. 3 ദിവസം കർത്താവായ ക്രിസ്തു കല്ലറയിൽ കിടന്ന്, കല്ലറയിൽ ഉണ്ടായിരുന്നു കർത്താവ്. 3 ദിവസം കർത്താവ് കല്ലറയിൽ കിടന്നു. 3 ദിവസം ഉയർത്തെഴുന്നേറ്റ കർത്താവ് കല്ലറയിൽ ഉണ്ടായിരുന്നു. വിട്ടുന്നില്ലല്ലോ. കർത്താവ് കല്ലറയിൽ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് എന്താ പറയുന്നത്? കർത്താവ് കല്ലറയിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. സ്തോത്രം. എന്നാ കർത്താവ് കല്ലറയിൽ ഇല്ലായിരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവായ ക്രിസ്തു അടക്കം ചെയ്തു, തന്നെ അടക്കം ചെയ്തു. അടക്കം ചെയ്ത് കഴിഞ്ഞപ്പോൾ കർത്താവായ ക്രിസ്തു അതിന്റെ അകത്തളങ്ങളിൽ ആദ്യം ചെന്നത് പാതാളത്തിലേക്ക്. മനസ്സിലായോ? പാതാളത്തിലേക്ക് ചെന്നപ്പോൾ അബ്രഹാം അപ്പച്ചനൊക്കെ ചോദിക്കുക, ഇതാരായത്? സ്തോത്രം. ഇതാര് ഇങ്ങോട്ട് കടന്നു വരുന്നത്? ആരാ?
ഹല്ലേലൂയ. അബ്രഹാം അപ്പച്ചനോട് പറഞ്ഞ, അബ്രഹാമേ നീ എന്നെ ഓർക്കുന്നില്ലേ? ഇല്ല, ഓർക്കുന്നില്ല. കുറെ വർഷങ്ങളായില്ലേ, ചിലപ്പോ മറന്നുപോയി കാണും. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ഭവനത്തിന്റെ അകത്തെ യുഗങ്ങൾ പുറകിലേ ദൈവപുരുഷന്മാര് വന്നായിരുന്നു. അതിലൊരുവൻ നിന്നോടൊരു ആലോചന പറഞ്ഞു, അടുത്ത വർഷം ഇതേ ആണ്ടിൽ നീ ഒരു തലമുറയെ. ഹലോ, പറഞ്ഞത് ഞാനാ. പറഞ്ഞത് ഞാനാ. അവിടെ അബ്രഹാമിന്റെ കണ്ണു വന്നു. പറഞ്ഞത് ഞാനാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, പാതാളത്തിൽ ചെന്ന് സകല വിശുദ്ധന്മാരെയും അവിടെ നിന്ന് പൊക്കിയെടുത്തോണ്ടോ. ഹല്ലേലൂയ. ആത്മാവിൽ കാണാൻ പറ്റുന്ന എത്ര പേരുണ്ട്? സകല വിശുദ്ധന്മാരെ പൊക്കിയെടുത്തോണ്ട് വരുമ്പോഴാണ് ഹല്ലേലൂയ മൂന്നാം ദിവസം. ഹല്ലേലൂയ. എല്ലാ വിശുദ്ധന്മാരെയും കൊണ്ട് വരികല്ലേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ഹല്ലേലൂയ ആ കല്ലറയുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. മൂന്നാം ദിവസം അല്ലത് വെളിപ്പെട്ടത്, കർത്താവിനെ അടക്കം ചെയ്തപ്പോൾ തന്നെ അവന്റെ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധന്മാരുമായിട്ട് പാതാളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ കല്ലറയുടെ മുദ്രകളൊക്കെ പൊട്ടി, കല്ലറകൾ തുറന്നു. ഹല്ലേലൂയ. കർത്താവ് വിശുദ്ധന്മാരുമായി ഉയർന്നത്. അതുകൊണ്ടാണ് ഹല്ലേലൂയ മറിയ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ മറിയ കർത്താവ് പറഞ്ഞു, നീ എന്നെ തുടരുത്, നീ എന്നെ തുടരുത്. ഞാൻ പിതാവിന്റെ അടുത്ത് പോയിട്ടില്ല. കാരണം എന്താ പറയാതെ പറയുന്നൊരു മർമ്മമുണ്ട്. എന്റെ കൂടെ വിശുദ്ധന്മാരുണ്ട്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ എന്റെ കൂടെയുണ്ട്. പിതാവിന്റെ സന്നിധിയിൽ അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ മടങ്ങി വരും. അതുവരെ നീ എന്നെ തുടരുന്നത്. അതുവരെ നീ എന്നെ തുടരുന്നത്. അതുവരെ നീ എന്നെ തുടരുന്നത്. പിതാവിന്റെ സന്നിധിയിൽ അവരെ ഏൽപ്പിച്ചിട്ട് പുത്രൻ വീണ്ടും ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷമാണ് ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നത്. പ്രസംഗിച്ചു വന്നപ്പോ ബൈബിൾ സ്റ്റഡി ആയിപ്പോയി. ഹല്ലേലൂയ. പെട്ടെന്ന് നിയോഗിച്ചപ്പോ പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച നിത്യ വീണ്ടെടുപ്പ് നമുക്ക് സാധിപ്പിച്ചു തന്നു. ഒരാമേ പറ. എന്നേക്കുമായിട്ടുള്ള പാപ പരിഹാരം. മനസ്സിലായോ? അഹരോൻ പാപ പരിഹാരം വർഷാവർഷം മഹാപുരോഹിതനായ ഹല്ലേലൂയ അഹരോൻ ചെയ്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് താൻ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് പോയി മടങ്ങി വന്ന് അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ പ്രഭയും ദൈവത്തിന്റെ തീയും ഒക്കെ ഇറങ്ങിയതിനു ശേഷമാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്ത് ഇറങ്ങി വന്ന് നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചതിന് ശേഷം വിശുദ്ധ മന്ദിരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നിത്യ വീണ്ടെടുപ്പ് പൂർത്തിയായി. നിത്യ വീണ്ടെടുപ്പ് പൂർത്തിയായി. അഹരോൻ അതിപരിശുദ്ധ സ്ഥലത്തുനിന്ന് ഇറങ്ങി വരുന്നത് പോലെ പുത്രൻ പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? നമ്മുടെ കർത്താവായ ക്രിസ്തു ആ വിശുദ്ധ സ്ഥലത്തൂന്ന് നമ്മളെ ചേർക്കാൻ, ആ വിശുദ്ധ സ്ഥലത്തിലേക്ക് നമ്മളെ ചേർക്കാൻ നമ്മുടെ പ്രാണനാഥൻ ഇറങ്ങി വരും. ലോക സംഭവങ്ങൾ വിളിച്ചു പറയുകയാണ്. ആമേൻ. ഒരു വാക്യം കൂടെ ചേർന്ന് വായിച്ച് റോമാലേഖനം 5:11 വാക്യം. റോമർ 5:11. റോമർ 5:11. അത്രയല്ല, നമുക്കിപ്പോൾ നിരപ്പ്, ആ വാക്ക് വേണേ അടിവരയിട്ട്, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ എത്തിയ ദൈവത്തിൽ പ്രശംസിക്കുന്നു. ഒരാമേൻ പറയാം. നമ്മൾ നിരപ്പ് പ്രാപിക്കാത്തവരായിരുന്നു. ആ പാരഗ്രാഫ് ഒന്ന് കയറ്റി വായിച്ച സിസ്റ്ററെ. ആ പാരഗ്രാഫിന്റെ തുടക്കം ഒന്ന് വായിച്ചു. ശത്രുക്കളായിരിക്കുമ്പോ പാരഗ്രാഫ് വായിച്ചു. പാരഗ്രാഫ് ഫസ്റ്റ് വായിച്ചു.
നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തെ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഏത് മനുഷ്യന്റെ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരും പരന്നിരിക്കുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തിനെ കണക്കെടുക്കുന്നു. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ പാപം ചെയ്യുന്നതിനും ആദ്യം മുതൽ മോശ വരെ കാണിക്കും. ലംഘനത്തിന്റെ കാര്യവും പാപത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകത്തിൽ ലംഘനത്താൽ അനേകം മരിച്ചു. എങ്കിലും ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ പ്രകടനത്തിലുള്ള ദാനവും അനേകത്തിന്റെ ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏക പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏക പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവോ 8-ാം വാക്യം മുതൽ വായിച്ചേ. 5:8. ക്രിസ്തുവോ അവിടെയാണ്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ. അപ്പൊ ക്രിസ്തു മരിച്ചതപ്പെടാ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തുവോ നമുക്ക് വേണ്ടി വായിച്ചോ. ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ എന്ത് ചെയ്യുക? പ്രദർശിപ്പിക്കുക. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ ഇപ്പോൾ നമുക്ക് നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തെ പ്രശംസിക്കണം. എന്തുകൊണ്ട് ആ വാക്ക് പറഞ്ഞേ? നിങ്ങൾക്ക് നിരപ്പ് വന്നത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. ആരുമായിട്ട് നിരപ്പ് വന്നു? നിങ്ങൾക്ക് എവിടെ നിരപ്പുകേട് വന്നത്? ആരോടായി പറയുന്നത്? നിങ്ങൾക്ക് നിരപ്പ് വന്ന ആരുമായിട്ടാണ്? നിരപ്പുകേട് വന്നുകൊണ്ടല്ലേ നിരപ്പാകേണ്ടി വന്നത്, അല്ലേ? എനിക്കിപ്പം ഈ രാജസിസ്റ്ററോട് പിണക്കൊന്നുമില്ല, ഒരു വിഷയവും ഇല്ല. ഞാൻ നിരപ്പ് പ്രാപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അല്ലേ നിരപ്പ് പ്രാപിക്കുന്നു. അപ്പം യേശു ക്രിസ്തു മുഖാന്തരം നിങ്ങൾ നിരപ്പ് പ്രാപിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ പ്രശംസിക്കുക എന്ന് പറയണമെങ്കിൽ ഇവർക്ക് എവിടെയോ നിരപ്പുകേട് വന്നിട്ടുണ്ട്. എവിടാ നിരപ്പുകേട് വന്ന്? ആരുമായിട്ടാ നിരപ്പ് പ്രാപിക്കേണ്ടത്? സ്തോത്രം. സൂമിൽ ഒരാൾ എഴുതി അയച്ചു, ഫാദർ ഓഫ് ഗോഡ്, പിതാവുമായിട്ടാണ് നമുക്ക് എന്ത് വരേണ്ടത്? നിരപ്പ് വരേണ്ടത്. എവിടെ ഈ നിരപ്പ് നഷ്ടപ്പെട്ടെ? ഏതനിൽ. സ്തോത്രം. മനസ്സിലായോ? ഏതനിൽ എന്ത് ചെയ്തു? പിതാവുമായിട്ട് ഇല്ലേ? ഇനി ഞാൻ അതും പ്രസംഗിക്കണോ? സ്തോത്രം. അല്ലല്ലേ? ഏതനിൽ എന്ത് ചെയ്തു? നിരപ്പ്. ഞാനിത് പഠിപ്പിക്കുക, പ്രസംഗം മാത്രമല്ല പഠിപ്പിക്കും കൂടെ. അതുകൊണ്ട് എങ്ങനെ പോകുന്നത്? ഏതനിൽ എന്ത് ചെയ്തു? പിതാവുമായിട്ടുള്ള നിരപ്പ് പോയി, നഷ്ടപ്പെട്ടു. ആ നിരപ്പിനെ വീണ്ടെടുത്തത് യേശു ക്രിസ്തു മുഖാന്തരം എന്നാ വാക്യം. ആ നിരപ്പിനെ വീണ്ടെടുത്തത് യേശു ക്രിസ്തു മുഖാന്തരം. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തു മുഖാന്തരമാണ് ആ നിരപ്പ് നമുക്ക് വീണ്ടെടുത്തു തന്നത്. അതുകൊണ്ട് നിങ്ങളെ പ്രശംസിക്കാൻ ഒന്നുമില്ല, ദൈവത്തെ പ്രശംസിക്കുകയും. കാരണം നിരപ്പ് വരുത്തിയത് നിങ്ങളാണ്. നിരപ്പ് നിങ്ങൾ വരുത്തിയിട്ടു. ആ നിരപ്പിനെ ക്രമീകരിക്കാൻ പിതാവായ ദൈവം സ്വപുത്രനെ അയച്ച് നമ്മളോട് സ്നേഹം പ്രദർശിപ്പിച്ചെങ്കിൽ പുകഴാൻ എനിക്കും നിനക്ക് എന്നാ ഉണ്ട്? എന്റെ ചോദ്യം, തെറ്റ് ചെയ്തവരല്ലേ തെറ്റ് തിരുത്താവുന്ന? ആണോ?
തെറ്റ് ചെയ്യേണ്ടവരല്ലേ തെറ്റ് തിരുത്തണ്ടേ? തെറ്റ് ചെയ്ത ആരാ? പിതാവാണോ? നമ്മളാ. തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ആരാ തിരുത്തണ്ടേ? നമ്മളാ തിരുത്തണ്ടേ. പക്ഷെങ്കിൽ നമ്മൾ തിരുത്തേണ്ട സ്ഥാനത്ത് നമ്മളെ കൊണ്ട് തിരുത്തിപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ആ തെറ്റിന് പകരമായി നിനക്ക് പുകഴാൻ എന്തുണ്ട്? നിനക്ക് പ്രശംസിപ്പാൻ എന്തുണ്ട്? ഇത്രയും വലിയൊരു സ്നേഹം പ്രദർശിപ്പിച്ച ദൈവത്തെ ജീവിതം സ്തോത്രം. പൗലോസ് ശക്തമായിട്ട് യഹൂദന്മാരോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രശംസിക്കരുത്. കാരണം ഇവർക്ക് ഈ ന്യായപ്രമാണം പറഞ്ഞ വലിയ ആളുകളെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഈ ന്യായപ്രമാണം പറഞ്ഞ വലിയ ആളുകളെ ഇവര് നാലായിട്ടാണ് മനുഷ്യനെ തരം തിരിച്ചിരിക്കുന്നത്. അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്നൊരു വാക്യം റോമാലേഖനത്തിലുണ്ട്. അഭക്തർക്ക് വേണ്ടി, ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു, അഭക്തർക്ക് വേണ്ടി മരിച്ചു എന്ന് വെച്ചാൽ ഭക്തർ അല്ലാത്തവരെയാണ് അഭക്തർ എന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി മരിച്ചു. കാരണം നാലായിട്ടാണ് യഹൂദർ മനുഷ്യനെ തിരിച്ചിരിക്കുന്നത്. നമ്പർ 1, നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറയുക, അറിഞ്ഞിരുന്നോ? അല്ലെങ്കിൽ ആ സ്വഭാവം ഒന്ന് കാണിക്കാതിരിക്കാൻ വേണ്ടി ഇത് പഠിപ്പിക്കുന്നു. സ്വത്രം 4 അറിഞ്ഞിരുന്നു. 1, ന്യായമുള്ളവർ. ഒന്നാമത്തെ ഗണമാണ് ന്യായമുള്ളവർ എന്ന് പറഞ്ഞാൽ അവര് പറയും എന്റേത് എന്റേത്, എനിക്കുള്ളത് എന്റേത്, നിനക്കുള്ളത് നിനക്ക്. ന്യായമല്ലേ? എനിക്കുള്ളത് എനിക്ക്, നിനക്കുള്ളത് നിനക്ക്. അതാണ് ന്യായമുള്ള ഒരു കൂട്ടം. രണ്ടാമത്തെ കൂട്ടമാണ് സമരസപ്പെടുത്തുന്നു. എന്ന് വെച്ചാൽ എനിക്കുള്ളത് നിനക്ക്, നിനക്കുള്ളത് എനിക്ക്. അത്ര ഈ സ്നേഹിച്ച് നടക്കുന്ന ഇണപ്രാവുകളൊക്കെ അങ്ങനെയാണെന്നാ പറയുന്നത്. എനിക്കുള്ളത് നിനക്കാകട്ടോ, എനിക്കുള്ളത് നിനക്കാടി, നിനക്കുള്ളത് എനിക്കാടി. സ്വത്രം ഹല്ലേലൂയ, അല്ലേ? സ്വത്രം. നമ്മള് ഒന്നാടി. സ്വത്രം. എന്നൊക്കെയാ പറയുന്നത്? പിന്നെ ആ 6 മാസം കഴിയുമ്പോ അവൻ ഇവളെ കൊന്നു, അല്ലെ ഇവള് അവന് വിഷം കൊടുത്തു. സ്വത്രം. പിന്നെ കേസായിരുന്നു. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? എനിക്കുള്ളത് നിനക്ക്, നിനക്കുള്ളത് എനിക്ക്, നമ്മൾ തമ്മിൽ ഒന്നാണ്, അല്ലേ? സ്വത്രം. അല്ലേ? കുറച്ച് മാസം കഴിയുമ്പോൾ പറഞ്ഞ ആരേലും തട്ടിക്കുന്നു. സ്വത്രം. പിന്നെ കേസായി, വഴക്കായി, എത്രയോ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത്തെ കൂട്ടർ ഇവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞ വിശുദ്ധന. 4 യഹൂദന്മാരെ തരം തിരിച്ച് പഠിക്കുന്നു. അല്ലെ? മൂന്നാമത്തെ കൂട്ടരാണ് വിശുദ്ധര്. അവരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, എന്റേത് നിന്റെയാണ്, എന്റേത് നിന്റേതാണ്, നിന്റേത് നിന്റേതാണ്. അല്ല, മനസ്സിലായത്? എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ളതും കൂടെ എന്ത് ചെയ്യും? കൊടുക്കും. അവർക്കുള്ളതും കൂടെ കൊടുക്കും. അടുത്ത കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുമെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ അവർക്കുള്ളതും കൂടെ കൊടുക്കും വിശുദ്ധന്മാർ. എന്റേതും നിനക്കും, നിന്റേതും നിനക്ക് തന്നെ. അതാ വിശുദ്ധന്മാർ. ലാസ്റ്റ് ആണ് അഭക്തർ. നമ്മൾ ഞാൻ പറഞ്ഞ വാക്ക് അഭക്തർ. അവരെന്ന് പറഞ്ഞാൽ എന്റേത് എനിക്കും, നിന്റേതും എനിക്കും. വിശുദ്ധന്മാരെങ്ങനെ? എന്റേത് നിനക്ക്, നിന്റേതും നിനക്ക് തന്നെ, നിന്റേതും നിനക്ക് തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. ഓൺ ചെയ്ത്. ഹല്ലേലൂയ. എന്റേതും നിനക്ക്, നിന്റേതും നിനക്ക് തന്നെ. അങ്ങനെയാണ് വിശുദ്ധന്മാര് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. പക്ഷെ അഭക്തർ എങ്ങനെ? ഹല്ലേലൂയ. അവര് പറയുന്നത് ഹല്ലേലൂയ, എന്റേത് എനിക്ക്, നിന്റേതും എനിക്കാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിർത്തണ്ട. അല്ലെങ്കിൽ എന്റേത് എനിക്ക്, നിന്റേതും. സ്തോത്രം. ഇതിനാണ് അഭക്തർ. ചിലരങ്ങനല്ലേ? ചിലരെ സംബന്ധിച്ച് ഈ 4 കൂട്ടം നോക്കുന്നുടനെ സത്യം പറഞ്ഞ ഈ വിശ്വാസ ജീവിതത്തിലുണ്ട് ഇങ്ങനെയുള്ളവര്. എന്റേത് എനിക്ക് എന്റേത് മാത്രം, എനിക്ക് മറ്റുള്ളവരുടെ വേണ്ട എന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവര് ചിലരെ.
അവിടെ എനിക്കുള്ളത് എന്റെ നവകം എന്ന് പറഞ്ഞു. വിശുദ്ധന്മാരാണ് ഒന്നുകൂടെ അനുഗ്രഹിക്കപ്പെട്ടവർ. അവര് പറയുന്നത് അവർക്കുള്ളത് അവര് പിടിച്ചോട്ടെ, എന്റേത് കൂടെ വേണം, എനിക്ക് പരാതിയൊന്നുമില്ല. ഈ മരിച്ചു കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോകണം. അഭക്തരാ പ്രശ്നം. പള്ളിയിൽ പോകുന്നുണ്ട്, ബൈബിളും കയ്യിലുണ്ട്, മൂത്രമുണ്ട്, സ്തുതിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ചിന്ത എന്താ? എനിക്കുള്ളതും എനിക്ക് വേണം, അവന്റെ എനിക്ക് വേണം, അല്ലെ അവിടെ എനിക്ക് വേണം. അങ്ങനെ ഇപ്പൊ നടക്കത്തില്ല. എല്ലാം എനിക്ക് വേണമെന്നുള്ള അത്യാവശ്യം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതുകൊണ്ടൊക്കെ എങ്ങോട്ട് പോവാനാ? അവനവൻ ശരീരത്തിൽ ഇരുന്ന് ചെയ്ത നന്മയായാലും തിന്മയായാലും അത് മാത്രമേ നിന്റെ കൂടെ വരത്തുള്ളൂ. നീ ഹല്ലേലൂയ മരിച്ചു കഴിയുമ്പോ നിന്റെ കൂടെ വരുന്ന അത് മാത്രമാ. ഹല്ലേലൂയ നീ വെട്ടിപ്പിടിച്ചതും, ഹല്ലേലൂയ നീ കള്ളത്തരം കാണിച്ചു പിടിച്ചതും, ഹല്ലേലൂയ ഇതൊന്നും നിന്റെ കൂടെ വരത്തില്ല. ക്രൈസ്ത ലോർഡ്, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അങ്ങനെയാണ് അഭക്തർ. ആ അഭക്തർക്ക് വേണ്ടി പോലും എന്റെ കർത്താവ് മരിച്ചു. സ്വന്തം ഞാനത് പറഞ്ഞു വന്നതിന്റെ സാരം, ആ അഭക്തർക്ക് വേണ്ടി തൻ്റെതും മറ്റുള്ളവരെ കൂടെ ആഗ്രഹിച്ച അഭക്തർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ഓ സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഞാൻ പറഞ്ഞു എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എന്റെ ചോദ്യം, അഭക്തരായി നമ്മൾ ജീവിച്ച സമയം എന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ തട്ടിയെടുത്ത് ജീവിച്ച സമയം, ആ സമയത്തും ശത്രുക്കളായിരുന്ന സമയത്തും പാപികളായിരുന്ന സമയത്തും നമുക്ക് വേണ്ടി മരിക്കാൻ പിതാവായ ദൈവം തന്റെ പുത്രനെ നൽകി നമ്മളെ സ്നേഹിക്കാൻ മനസ്സ് കാണിച്ചെങ്കിൽ എന്റെ ചോദ്യം, നിരപ്പ് പ്രാപിച്ചതിന് ശേഷം അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിക്കപ്പെട്ടതിന് ശേഷം, ദൈവത്തിന്റെ പൈതലായി തീർന്നതിന് ശേഷം എത്രയോ ശ്രേഷ്ഠകരമായത് നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ശക്തനല്ലേ എന്ന് ഞാൻ ആത്മവിനോദത്തോടെ ചോദിച്ചാൽ എത്ര പേർക്ക് അന്തരാത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് ആ ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ കഴിയും? ഭാവിയായിരുന്നപ്പോൾ, നിരപ്പ് പ്രാപിക്കാതിരുന്നപ്പോൾ, ദൈവത്തിന്റെ അകന്ന ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ നിന്നെ സ്നേഹിക്കാൻ എന്റെ ദൈവത്തിന് മനസ്സ് തോന്നിയെങ്കിൽ, നിന്നെ വിടുവിക്കാൻ സ്വന്തം പുത്രനെ നൽകാൻ മനസ്സ് തോന്നിയെങ്കിൽ, ഇപ്പോൾ നിരപ്പ് പ്രാപിച്ചതിന് ശേഷം, ഇപ്പോൾ ദൈവ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ, ഇപ്പോൾ ദൈവ പൈതലുള്ള പദവിയിലായിരിക്കുമ്പോൾ എന്റെ ചോദ്യം, ദൈവം എന്തുമാത്രം നിനക്ക് വേണ്ടി ചെയ്യാൻ ശക്തനാണെന്ന് തിരിച്ചറിയി. ആ സാഹചര്യം കണ്ട, അവസ്ഥകൾ കണ്ട, ദൈവത്തോട് ദൈവത്തോട് സ്ഥാനത്ത് നിന്നെ സ്നേഹിച്ച് നിന്നെ അതിൽ നിന്ന് വീണ്ടെടുത്തെങ്കിൽ, നിന്റെ ചേർച്ചയിൽ നിന്നും അല്ലെങ്കിൽ പുള്ളിയിൽ നിന്ന് നിന്നെ വീണ്ടെടുക്കാൻ പിതാവിന്റെ മനസ്സ് തോന്നിയെങ്കിൽ, നിനക്ക് പ്രാപിച്ചതിന് ശേഷം, ദൈവ പൈതലായതിനു ശേഷം, ദൈവ മകൻ മകളെന്നുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം ദൈവം നിനക്ക് വലുത് ചെയ്യാറില്ലേ? അത് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് ദൈവത്തെ സ്തുതിക്കാമോ? അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന്റെ മഹത്വം എടുക്കാമോ? അത് വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കാമോ? ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ദൈവം എനിക്ക് വേണ്ടി ചെയ്യത്തില്ല എന്ന് മന്ത്രിച്ച് പറയുന്ന ചില വാക്കുകൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്ന് മന്ത്രിച്ച് പറയുന്ന വാക്കുകൾ ദൈവം വെളിപ്പെടുത്തുക. ആത്മാവ് ഇടപെടുന്നു. ദൈവവുമായിട്ടും നിരപ്പ് പ്രാപിക്കാത്ത സമയം, ദൈവവുമായിട്ടും ബന്ധമില്ലാത്ത സമയം, ദൈവത്തെ സ്നേഹിക്കാത്ത സമയം, നിനക്ക് ഇത്രയും വലിയൊരു രക്ഷ തരാൻ എന്റെ ദൈവത്തിന്റെ മനസ്സ് തോന്നിയെങ്കിൽ, എന്റെ ദൈവത്തിന്റെ മനസ്സ് തോന്നിയെങ്കിൽ, ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചതിന് ശേഷം, ദൈവിക രക്ഷ പ്രാപിച്ചതിന് ശേഷം, ദൈവത്തിന്റെ മകളൊന്നും കിട്ടുന്നതിന് ശേഷം ദൈവം നിനക്ക് വേണ്ടി ചെയ്യാതിരിക്കുമോ? ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാതിരിക്കുമോ? ദൈവത്തിന്റെ അനുഭവം കാണാതിരിക്കുമോ? ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജീവിതത്തിൽ വെളിക്കാതിരിക്കുമോ? ദൈവം നിനക്ക് വേണ്ടി ന്യായമായിരിക്കുമോ? ആയിരുന്നപ്പോൾ, പേർച്ചയായിരുന്നപ്പോൾ, നിനക്ക് പ്രാപിക്കാതിരുന്നപ്പോൾ, നിനക്ക് വേണ്ടി
മനസ്സ് കാണിച്ചത് മനസ്സ് കാണിക്കാതിരിക്കുമ്പോൾ ആത്മാവിനെ ഏറ്റെടുത്ത് ചിന്തിക്കുകയാണ്. വെളിപ്പാട് എത്രയോ കടച്ചു കയറി ആ വെളിപ്പാട് നടക്കുകയാണ്. ജീവിച്ചപ്പോൾ ഇല്ലാതെ ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് വേണ്ടി മനസ്സ് മറന്നല്ലേ നിനക്ക് പ്രാപിച്ചില്ലേ ദൈവമായിട്ടുള്ള ജീവിക്കുന്നില്ലേ അവർ നിനക്ക് വേണ്ടി ചിലരുടെ ചോദ്യങ്ങൾ ചിലരുടെ ചോദ്യങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ല. ദൈവം എനിക്ക് വേണ്ടി എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ സംശയഭേദകമായി ചോദിക്കുന്ന നിന്നോട് പരിശുദ്ധാത്മാവ് നീ സംശയിക്കേണ്ട അവസ്ഥയിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്നവർ നിനക്ക് വേണ്ടി ഇറങ്ങാതിരിക്കുമോ? ആരാധിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ഉപവസിക്കുന്നവർക്ക് വേണ്ടി നിനക്ക് പ്രാപിച്ചവർക്ക് വേണ്ടി രക്ഷയുടെ സന്ദേശത്തിൽ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരാതിരിക്കുമോ? അവൻ പ്രവർത്തിക്കാതിരിക്കുമോ എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുമോ? ആ ചോദ്യത്തോട് പ്രതികരിക്കുക. ആ ചോദ്യത്തോട് ആത്മാവിൽ പ്രതികരിക്കുക. ആ ചോദ്യത്തോട് ആത്മാവിൽ പ്രതികരിക്കുക. Udalamana Hambara, അവസ്ഥയിൽ അവസ്ഥയിൽ അവൻ നിന്നക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ ആ വെളിപ്പാട് അകത്ത് കയറിയവർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. ആ വചനത്തിന്റെ വെളിപ്പാട് അകത്ത് കയറിയവർക്ക് ആ ദൂതിന്റെ ആഴം മനസ്സിലാകത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഭാവിയും ദോഷിയും ഹല്ലേലൂയ ആ ഭക്തരും നിലം പ്രാപിക്കാത്തവരുമായി ഒരു വാക്യമായി നിങ്ങൾ കേട്ടില്ലേ? ശത്രുക്കളായിരുന്നപ്പോൾ ആ വാക്ക് നിങ്ങൾ കേട്ടില്ലേ? ശത്രുക്കളായിരുന്നപ്പോൾ അങ്ങനെ വായിച്ചത് ശത്രുക്കൾ ആരോട്? ദൈവത്തോട്. നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വരാൻ ദൈവത്തിന് മനസ്സിന് തോന്നിയെങ്കിൽ എന്റെ സ്വർഗത്തിന് മനസ്സിന് തോന്നിയെങ്കിൽ എന്റെ ചോദ്യം ഇപ്പോൾ മിത്രങ്ങളായിരിക്കുമ്പോൾ ഇപ്പോൾ മകളുമായിരിക്കുമ്പോൾ അവർ ഇറങ്ങി വരാതിരിക്കുമ്പോൾ നിന്റെ വിഷയത്തിന്റെ മേൽ നിന്റെ കർത്തവ്യത്തിന്റെ മേൽ നിന്റെ സംസ്കാരത്തിന്റെ അല്പസമയം പ്രാർത്ഥിച്ച്
അമ്മാവിനൊന്ന് പ്രാർത്ഥിച്ച് അമ്മായി ചാർത്ത് ദൈവത്തിരിക്കുമോ അമ്മാവിനൊന്ന് പ്രാർത്ഥിച്ച് ചാർത്ത് ദൈവത്തിരിക്കുമോ അമ്മാവിനൊന്ന് പ്രാർത്ഥിച്ച് അനുസരിച്ചോ ശാസ്ത്രമായ ശാസ്ത്രമായിരുന്നപ്പോൾ നിന്നെ സ്നേഹിക്കാനുള്ള മനസ്സ് വിശ്വസിക്കുന്നവരെ വിളിക്കുന്നു
Yes. Yes. വിശ്വസിക്കുന്നവർ ശത്രുവായിരുന്നപ്പോൾ, നിരപ്പ് പ്രാപിക്കാതിരുന്നപ്പോൾ, അബദ്ധനായി ജീവിച്ചപ്പോൾ, പുത്രനും പുത്രിയുമല്ല തനിക്ക് പുറന്തള്ളപ്പെട്ടവരായി ജീവിച്ചപ്പോൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരാനവൻ മനസ്സു കാണിച്ചെങ്കിൽ നീ പുത്രനായപ്പോൾ, പ്പോൾ, ശത്രുവല്ല മിത്രമായപ്പോൾ, സ്വർഗീയ രാജ്യത്തിന്റെ ഒരു അവകാശം ഉള്ളപ്പോൾ അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരാനിരിക്കുമോ? അതാ ആ വചനത്തിന്റെ വെളിച്ചം. കണ്ടോ, മഹാപുരോഹിതനായ അഹരോൻ കയറിപ്പോയി. അവർക്കൊരു പ്രത്യാശയുണ്ട്, പുറത്ത് നിൽക്കുന്നവർക്കൊരു പ്രത്യാശയുണ്ട്. അവൻ പോയത് ഞങ്ങൾ നടത്തുന്ന പാപപരിഹാരം നടത്തിയിട്ട് അവൻ പോയത് ഞങ്ങൾ എടുത്തുന്ന ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. അവൻ പോയത് ഞങ്ങൾ അടുത്തവൻ മടങ്ങി വരും. മടങ്ങി വരുമോ? ലോകസിംഹങ്ങൾ അഞ്ചാമത്തതും അവസാനത്തതുമായ ഒരു വെളിപ്പാടൂടെ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. അഹരോന്റെ വസ്ത്രം മഹത്വത്തിനും അലങ്കാരത്തിനുമുള്ളവയായി. അഹരോന്റെ വസ്ത്രം മഹത്വത്തിനും അലങ്കാരത്തിനും. ഒരു വാക്യം വായിച്ച്, പുറപ്പാട് പുസ്തകം 28 2 വാക്യം. പുറപ്പാട് 28:2. നിന്റെ സഹോദരന്, മോശയോട് ദൈവം പറയുന്നത്, നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. ഒരാമേ പറഞ്ഞേ. അതാണ് അഞ്ചാമത്തെ വെളിപ്പാട്. നിന്റെ സഹോദരനായ അഹരോന് വേണ്ടി അലങ്കാരത്തിനും മഹത്വത്തിനുമായ ഒരു വിശുദ്ധ വസ്ത്രം നീ ഉണ്ടാക്കണം.
നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ ബാക്കി ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാഗമന ശുശ്രൂഷകളിൽ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന് പ്രത്യേകം ഒരു വസ്ത്രം, ആ വസ്ത്രത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് മാത്രമേ ഈ വസ്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അവിടെ ഇവിടെ പോകുമ്പോ ഈ വസ്ത്രം ഇട്ടുകൊണ്ട് പോകുന്നത് അല്ലേ ലൂയ്യ. ആരാധനയ്ക്ക് വരുമ്പോ ഒരു വസ്ത്രം. അയ്യോ സ്വത്രം. ദൈവം ഓർമ്മിച്ചോണ്ടെന്ന് പറയാ. ആരാധനയ്ക്ക് വരുമ്പോ ഒരു വസ്ത്രം, വെളിയിൽ പോകുമ്പോ വേറെ വസ്ത്രം. സ്വത്രം. ആരാധനയ്ക്ക് വരുമ്പോ വെള്ളയിട്ട്, അല്ലെങ്കിൽ കളറാണെങ്കിലും മാന്യമായ ഡ്രസ്സൊക്കെ ഇട്ടാ വരുന്നത്. എല്ലാവരും അല്ല കേട്ടോ. വെളിയിൽ പോകുമ്പോഴും മാന്യതയും മര്യാദയ്ക്കും പോകുന്ന സഹോദരിമാരും സഹോദരന്മാരും ഉണ്ട്. കഴിഞ്ഞ ദിവസം കേരളത്തിൽ പോയപ്പോ ഒരു കൊച്ചു വന്നു. ആരാധനയ്ക്ക് പോയപ്പോ നല്ല ചുരിദാറൊക്കെ ഇട്ട് നല്ല അനുഗ്രഹിക്കപ്പെട്ട വേഷം. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്, അവളെ കണ്ടത്. എന്നാൽ അവളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഒരു ജീൻസ് വിട്ട്, ഒരു ബെന്നിന് വിട്ട് സ്വോത്രം നിൽക്കുക. അതോ ഇട്ടാഴ്ചയിൽ മാന്യതയോട് ഇടുവാണേലും പോട്ടെ. സ്വോത്രം ഹല്ലേലൂയ. ഡ്രസ് ധരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, ഡ്രസ് ധരിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് മാന്യമായിരിക്കും. സ്തോത്രം മാന്യമായ രീതിയിൽ ഡ്രസ് ധരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദൈവമക്കൾ കണ്ടാൽ ഒരു ദൈവ പൈതലാണ്, ഒരു പക്വതയുള്ള ആളാണ്. നമ്മുടെ വേഷത്തിൽ നമ്മുടെ മെച്യൂരിറ്റി അറിയാം, നമ്മുടെ വേഷത്തിൽ നമ്മുടെ പക്വത അറിയാം. വേഷം കാണുമ്പോഴേ അവർ പറയും, വലിയ വേഷം ഇടാത്തയാണെങ്കിൽ, മര്യാദക്ക് ഇടാത്തയാണെങ്കിൽ കാണുന്നവര് പറയും ഒരു നട്ട് ലൂസാന്ന് തോന്നും, അല്ലെങ്കിൽ ഈ കോപ്രായി ഇവിടെ കാണിക്കും, അല്ലെ ഈ കോപ്രായി ഇവിടെ കാണിക്കും. എവിടെ പോയാലും, അത് സ്വദേശത്താണേലും വിദേശത്താണേലും അന്യദേശത്താണേലും ഏത് ദേശത്താണേലും ദൈവമക്കൾ മാന്യമായ വേഷം ധരിക്കും. സ്തോത്രം. ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴേ ഇതൊക്കെ പറയാൻ പറ്റും. മാന്യമായ വേഷം ധരിക്കും. അല്ലാതെ പ്രാർത്ഥനയ്ക്ക് വരും വലിയ വിശ്വാസി കാണിച്ചിട്ട് പുറത്തോട്ട് ഇറക്കുമ്പോൾ വേറെ പോലെ ഒന്നുമാണ്. കണ്ടോ? തീവാരം ആരാധനയായിരുന്നു. ഉണ്ടെന്നില്ല, മുട്ടുസൂര്യ അറിയാം, ആരില്ല. സ്തോത്രം. ദൈവമക്കളാണെങ്കിലും ദൈവദാസന്മാരാണെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ, നമ്മൾ മാന്യമായ വേഷം ധരിക്കും. നഗ്നത പ്രദർശിപ്പിക്കാൻ ദൈവത്തിന്റെ തിരുവെടുത്ത് പറഞ്ഞിട്ടില്ല. നഗ്നത പ്രദർശിപ്പിക്കാൻ യേശുക്രിസ്തുവിനെ പുറംജാതിയിൽപ്പെട്ട സ്ത്രീ അവൾ കണ്ടുടനെ അവൾ പറയുന്നൊരു വാക്കുണ്ട്, നീ ഒരു യഹൂദൻ അല്ലയോ. എങ്ങനെ മനസ്സിലായ? രൂപത്തിലും വേഷത്തിലുമാ മനസ്സിലായി. നീ ഒരു യഹൂദൻ അല്ലയോ. എങ്ങനെ മനസ്സിലായി? രൂപത്തിലും വേഷത്തിലും. ഇപ്പൊ രൂപം കണ്ടാലും അറിയത്തില്ല, വേഷം കൊണ്ടാലും അറിയത്തില്ല, വിശ്വാസിയാണ്. പാസ്റ്റർമാരാണ്. രൂപം കണ്ടാലും അറിയത്തില്ല, വേഷം കണ്ടാലും അറിയത്തില്ല. പരിചയപ്പെടണം. ഞാൻ വിശ്വാസിയാണ്, ഞാൻ പാസ്റ്ററാ കേട്ടോ. നിങ്ങളെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈഗോ അടിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിനെ കൂടെ ചേർത്ത് പോകുന്നത്. ഇടുന്നില്ലല്ലോ ആരും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ സമാഗമന കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ധരിക്കേണ്ട വേഷത്തെ കുറിച്ച് മോശയോട് പറയുക, നിന്റെ സഹോദരനായ അവൻ ശുശ്രൂഷ ചെയ്യേണ്ടവനാ. അതുകൊണ്ട് അവന് അലങ്കാരത്തിനും മഹത്വത്തിനും ഒരു വിശുദ്ധ വസ്ത്രം നീ ഉണ്ടാക്കി കൊടുക്കണം. സമാഗമന കൂടാരത്തിന്റെ മറശീല അതിനുപയോഗിച്ച അതേ കാര്യങ്ങളാണ്
സ്തോത്രം. അഹരോന് വേണ്ടി വസ്ത്രം ധരിപ്പിക്കാൻ ആ വസ്ത്രം നേടുക. സമാഗമന കൂടാരത്തിന്റെ മറയ്ക്കാൻ എടുത്ത അതേ മെറ്റീരിയൽസ്. അതെല്ലാം കൂടെ ഞാൻ എടുക്കാൻ സമയമില്ല, ഇപ്പൊ തന്നെ 1 മണിയായി, വേഗത്തിൽ നിർത്തുക. നിങ്ങൾ ആ താഴോട്ട് വായിച്ചാൽ സ്തോത്രം. അപ്പോൾ അലങ്കാരത്തിനും മഹത്വത്തിനും വേണ്ടി അഹരോൻ വസ്ത്രം ധരിച്ചു. എന്താ പൊരുൾ? പൊരുൾ എന്താ? കർത്താവായ പറഞ്ഞ മനസ്സിലായോ? പഴയ നിയമത്തിൽ അഹരോൻ ധരിച്ച അലങ്കാരവും മഹത്വവും അതിന്റെ വസ്ത്രം, വിശുദ്ധിയുടെ വസ്ത്രം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ പൊരുളായിട്ട് തിരിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ക്രിസ്തു. ആമേൻ. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്ത് താൻ തന്റെ ഗുണങ്ങൾ, ഹല്ലേലൂയ, തന്റെ മഹത്വം വെളിപ്പെടുത്തി, അല്ലെ? തന്റെ മഹത്വം ഈ ലോകത്തിൽ എന്റെ കർത്താവ് വെളിപ്പെടുത്തി. ഹല്ലേലൂയ. എന്റെ ക്രിസ്തു കേവലം മനുഷ്യൻ മാത്രമല്ല തെളിയിച്ചത്. ഹല്ലേലൂയ. തന്റെ മഹത്വവും തെളിയിച്ചു കർത്താവ്. ഇന്ന് പകൽ ഞാൻ പറയുന്നത് എത്രപേർക്ക് മനസ്സിലാകുന്നുണ്ട്? അഹരോൻ ധരിച്ച അലങ്കാരത്തിന്റെയും മഹത്വത്തിന്റെയും വസ്ത്രം അത് വേറെ ആരുമല്ല, സാക്ഷാൽ ക്രിസ്തു. വെളിപ്പാട് പുസ്തകത്തിലാണ്. അതിന്റെ വിശദീകരണം ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം തിരിച്ചറിയും, ഈ കാണലോകത്ത് നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന സുപുത്രൻ, ഹല്ലേലൂയ, കർത്താവായ ക്രിസ്തു, അവൻ മഹത്വത്തിന്റെ ദൈവമാണ്. ആമേൻ, ആമേൻ. അലങ്കാരം, വിശിഷ്ടമാകുന്ന ഗുണങ്ങൾ, വേർപാട്, വിശുദ്ധി, ഇതെല്ലാം കാത്തു താൻ സൂക്ഷിച്ചു. തന്റെ ജീവിതത്തെ താൻ അലങ്കാരമാക്കി മാറ്റി. മനസ്സിലായോ? ഹല്ലേലൂയ. വിലവെടുപ്പുള്ള ഡ്രസ് മേടിച്ചിട്ടുകൊണ്ട് നീ അലങ്കാരപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാർ മേടിച്ചതുകൊണ്ട് നീ അലങ്കാരപ്പെടത്തില്ല. നിന്റെ അലങ്കാരം നിന്റെ ജീവിതമാണ്. സ്വത്രം. മനസ്സിലാകുന്നുണ്ട്? ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ തന്റെ അലങ്കാരം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. ക്രിസ്തു തന്റെ ശുശ്രൂഷയിലൂടെ തന്റെ അലങ്കാരം വെളിപ്പെടുത്തി. അല്ലെങ്കിൽ ഇതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ആ അലങ്കാരം വെളിപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം കണ്ണുകളും അടച്ചാൽ ഈ പോർഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഒരു നിമിഷം എല്ലാവരും കണ്ണുകളും അടച്ചാൽ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളോട് 2 ആഴ്ചയായിട്ട് കൃത്യമായി സംസാരിച്ച ഒരു വിഷയമാണ് അഹരോനും ക്രിസ്തുവും, നിഴലും പൊരുളും. നമ്മൾ കേട്ടു, മോശയുടെ വായായി അഹരോൻ ഇരുന്നത് പോലെ പിതാവാകുന്ന ദൈവത്തിന്റെ വായായി പുത്രനിരുന്നു. അഹരോൻ കരമുയർത്തി ജനത്തെ അനുഗ്രഹിച്ചതുപോലെ കർത്താവായ ക്രിസ്തു നമ്മളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അഹരോൻ ജനത്തെ പഠിപ്പിച്ചതുപോലെ ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അഹരോൻ പാപപരിഹാരം ചെയ്ത് വിശുദ്ധ സ്ഥലത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപപരിഹാരം നടത്തി സ്വർഗത്തിലേക്ക് കയറി. അഹരോൻ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചപ്പോൾ സാക്ഷാൽ ആ വിശുദ്ധിയുടെ വസ്ത്രം ക്രിസ്തു വന്നു. നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കണ്ണുകളും അടച്ച്, എല്ലാ ഹൃദയങ്ങളും സമർപ്പിച്ച്. ഓ ജീസസ്, ജീസസ്. കേൾക്കപ്പെട്ട തിരുവചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാവരും അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. സമയം മുൻപോട്ട് പോയത് കൊണ്ട് ഞാനൊരു പാട്ടൊന്നും പാടി ആരാധിപ്പിക്കുന്നില്ല. ഒരു നിമിഷം വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വചനത്തിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം.
എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചു നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കാം. സ്നേഹവാനാകുന്ന ദൈവമേ, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, നല്ലതും വിലപ്പെട്ടതുമാകുന്ന നല്ല നിമിഷത്തിനായി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെ അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെ നിങ്ങൾ വഴി നശിച്ചു പോകാതിരിക്കുക. നിങ്ങൾ പുത്രനെ ചുംബിപ്പി എന്ന് ദൈവത്തിന്റെ വചനം ഞങ്ങൾ വായിക്കുന്നത് കർത്താവേ, ക്രിസ്തുവാരാണെന്ന് ഒരിക്കൽ കൂടി ഒന്നറിയുവാൻ, അനുഭവിക്കുവാൻ, പ്രാപിക്കുവാൻ, പഠിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. യേശുവേ, ഈ വചനങ്ങളുടെ ശക്തിയും അറിയിച്ച ദൂതുകളുടെ വിടുതലും തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ദൈവനാമമഹത്വത്തിനായി വെളിപ്പെടുത്തണം. ദൈവം അറിയിച്ച ദൂതനകൾ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ. പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഓരോരുത്തരെയും കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിച്ച സമയം മുതൽ ഈ സമയം വരെ അവിടുത്തെ സാന്നിധ്യം ആയിരുന്നു. കൂടി വന്ന ജനത്തെ, സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്ത ദൈവകൃപയും ഞങ്ങളെ മാറി മഹത്വം എടുക്കണം, വരവിനായി ഒരുക്കണം. വേഗം വരും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കാവൽക്കുണ്ടായി നാം പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളുടെ മേലും ഇന്ന് പകൽ പഠിക്കുകയും പ്രാപിക്കുകയും ചെയ്ത തിരുവചന സത്യങ്ങളുടെ മേലും ദൈവം അറിയിച്ച സകല ജനങ്ങളുടെ മേലും ചാരത്തും ദൂരത്തും ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളുടെ പേരും കർത്താവിന്റെ മേഘ പ്രത്യക്ഷത വരെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു രക്ഷകൻ മുഖാന്തരം ചേർന്ന ദൈവത്തെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഈ ബലത്തോടെ